ഹലോ ഗായ്സ്, എന്നാൽ നമുക്കൊരു പടം വരച്ചാലോ? ഇത് ഞാൻ ചുമ്മാ വരയ്ക്കുന്ന പടമല്ല, എന്ന് വെച്ചാൽ എനിക്ക് വേണ്ടി വരയ്ക്കുന്ന പടമല്ല. ഒരു ചേട്ടൻ നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ഒരു പിക്ക് വരച്ചു കൊടുക്കുമോ. ആ ചേട്ടൻ ആർക്കോ ഗിഫ്റ്റ് കൊടുക്കാനാണെന്നാണ് പറഞ്ഞത്. എന്നത്തേക്ക് വരച്ചു തരുമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ നാളത്തേക്ക് തന്നെ വരച്ചു തരാമെന്ന് പറഞ്ഞു. കാരണം ഇനി അങ്ങോട്ട് ക്ലാസ് കൂടുവാണ്, പഠിക്കാനൊക്കെ കൂടുന്ന കാരണം ഞാൻ നാളത്തേക്ക് തന്നെ വരച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2-3 ഫോട്ടോസൊക്കെ വരയ്ക്കാൻ നമുക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതിനകത്ത് എനിക്ക് ഇത്തിരിയോടെ എളുപ്പം തോന്നി ഈ ഒരു ഫോട്ടോയായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഈ ഒരു ഫോട്ടോ വരയ്ക്കാമെന്ന് വിചാരിച്ചു. ഈ ഒരു ഡ്രോയിങ് ഞാൻ ഗ്രിഡ് മെത്തേഡാണ് യൂസ് ചെയ്തത്. കാരണം ഞാനിട്ട് ഏതോ ഒരു ഡ്രോയിങ്ങിൻ്റെ ഇടയിൽ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ഗ്രിഡ് മെത്തേഡ് യൂസ് ചെയ്ത് നോക്കി ഇത്തിരിയോടെ ബെറ്റർ ആകുമെന്ന്. ആ ഒരു കമൻറ്റ് വരുന്ന സമയത്ത് എനിക്ക് ഗ്രിഡ് മെത്തേഡ് എന്താണെന്ന് ഒരു എത്തും പിടിയില്ലായിരുന്നു. പിന്നെ നമുക്ക് എന്തറിയത്തില്ലല്ലോ, ഓടിച്ച് നോക്കുന്നതാണല്ലോ യൂട്യൂബ്. അങ്ങനെ യൂട്യൂബ് വീഡിയോസൊക്കെ കണ്ട് ചെറുതായിട്ടൊന്ന് ക്ലിക്കായപ്പോൾ ഞാൻ വരയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പൊതുവേ എല്ലാവർക്കും ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്ത് ഡ്രോയിങ് ചെയ്യുമ്പോൾ ഭയങ്കര എളുപ്പമാണെന്നാണ് പറയുന്നത്. പക്ഷേ എനിക്ക് നേരെ തിരിച്ചാണ്. എനിക്ക് സാധാരണ ഒരു ഡ്രോയിങ് ചെയ്യണമെങ്കിൽ, പെൻസിൽ ഡ്രോയിങ് ചെയ്യണമെങ്കിൽ ഒരു 2-2.5 മണിക്കൂർ മതി. പക്ഷേ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തപ്പം 2-2.5 മണിക്കൂർ എന്നുള്ള ഒരു സമയം 5 മണിക്കൂറിലേക്ക് നീണ്ടു. എൻ്റെ മുമ്പുള്ള വീഡിയോസൊക്കെ കാണുന്നവർക്കറിയാം ഞാൻ ഡ്രോയിങ് ഒന്നും പഠിച്ചിട്ടില്ലെന്നും. അത് കാരണം ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് കണ്ടിട്ട് പൊളിയെന്ന് ആരും പറയത്തില്ല, മറിച്ച പൊളിങ്ങെന്ന് പറയാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ നമ്മൾ ഫുൾ കംപ്ലീറ്റ് ചെയ്തിട്ട് ആ ചേട്ടന് ഫോട്ടോ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. കൊടുത്തു കഴിഞ്ഞപ്പോൾ ആ ചേട്ടന് വലിയ റെസ്പോൺസൊന്നും ഇല്ല. ആ ചേട്ടൻ നമുക്ക് ഈ ഒരു ഫോട്ടോയും ഈ ഒരു ഫോട്ടോയും ഈ ഒരു ഫോട്ടോ ആയിരുന്നു തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു ഫോട്ടോയാണ് വരച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ അത് അയച്ചു കൊടുത്തപ്പോഴേക്ക് ഫസ്റ്റ് ഈ ഒരു ഫോട്ടോ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇതിൻ്റെ ഫേസ് ഒന്ന് ശരിയാക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പിന്നെയും ഇരുന്ന് അതിൻ്റെ ഫേസൊക്കെ ശരിയാക്കി അയച്ചു കൊടുത്തു. പക്ഷേ അതിന് കൊള്ളാമെന്നോ ഇല്ലയെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല ചേട്ടൻ ഇതുവരെ. ചിലപ്പോൾ ഇഷ്ടപ്പെട്ട് കാണത്തില്ല. ഞാൻ എന്തായാലും എൻ്റെ കഴിവിൻ്റെ പരമാവധി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.